ഈശ്വരത്തെയും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഏലിയാ സ്ലീവ മൂശാ കാലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയമാണ്. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ഒരു പ്രധാനപ്പെട്ട ചിന്ത സ്വർഗരാജ്യം അത് ബലവാൻ കരസ്ഥമാക്കുന്നു എന്നാണ്. ബലവാൻ എന്നതുകൊണ്ട് ഈ സുവിശേഷ ഭാഗം ഉദ്ദേശിക്കുന്നത് തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ ആത്മീയ ജീവിതത്തിലൂടെ ഭൗതിക ജീവിതത്തിന് ആവശ്യമായ കരുത്ത് സമ്പാദിച്ച് തൻ്റെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ ദൈവത്തിന് ഇഷ്ടപ്പെടുന്നത് പോലെ നയിക്കുന്നവനെയാണ് ബലവാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലൂക്കാ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും വചനം കേൾക്കുന്നവരാകാതെ വചനം പ്രവർത്തിക്കുന്നവരാകണമെന്ന്. നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണത്. നമ്മളുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ ദൈവവചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പല സാഹചര്യങ്ങളിലും നമ്മളുടെ ജീവിതത്തിൽ വചനം നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ കേൾക്കുന്നു, അത് ഉള്ളിലേക്ക് പ്രവേശിച്ച് ചിലപ്പോഴെങ്കിലും ഫലം പുറപ്പെടുവിക്കാതെ കടന്നു പോകാറുണ്ട്. അതുകൊണ്ട് നമ്മളോട് തിരുവചനം പറയുന്നത് വചനം കേൾക്കുന്നവരാകാതെ, വചനം കേട്ട് അത് നശിപ്പിച്ച് കളയുന്ന ആത്മവഞ്ചകരാകാതെ വചനത്തെ വളർത്തിയെടുക്കുന്ന നല്ല ഹൃദയങ്ങളുള്ള, നല്ല മണ്ണുള്ള ഹൃദയമുള്ള വ്യക്തികളായി തീരുവാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുതന്നെയാണ് നമ്മളിന്ന് വായിച്ചു കേട്ട ഈ ഭാഗത്തിലൂടെ നമ്മൾ പറയുന്ന കാര്യവും. ബലവാനായിരിക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ആത്മീയ പ്രവൃത്തികളിലൂടെ നമ്മളുടെ പ്രാർത്ഥനയും ഉപവാസവും നമ്മളുടെ വിശുദ്ധ കുർബാന അർപ്പണവും ഒക്കെയും നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ആത്മീയമായി ബലവത്താക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം, നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും, നമ്മൾ കണ്ടുപിടുന്ന വ്യക്തികളിലുമെല്ലാം നമ്മൾക്ക് ഈ ഒരു ചിന്ത പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ആത്മീയമായ ബലം തീർച്ചയായും നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ അതിനെ തോൽപ്പിക്കുവാനായിട്ടും നിത്യജീവിതത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഏലിയാ സ്ലീവ മൂശാ കാലം പ്രത്യേകിച്ച് നമ്മൾ സ്ലീവായുടെ വിജയത്തെ നമ്മൾ പ്രഘോഷിക്കുന്ന കാലഘട്ടമാണ്. കുരിശ് അത് ആ കുരിശിൻ്റെ മുൻപുണ്ടായിരുന്ന ചിന്തയിൽ നിന്ന് അത് വിജയം വരിച്ച സ്ലീവായി മാറിയത് തീർച്ചയായും സഹനവും മരണവും ഉദ്ധാനവും വഴിയാണ്. അതിലൂടെ നമ്മൾക്കും ഒരു വലിയ പ്രതീക്ഷ നൽകുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന എല്ലാ കുരിശുകളും അത് വിജയമായി നമ്മളുടെ ജീവിതത്തിൽ മഹത്വീകരണമായി തീരുവാനായിട്ടുള്ള വഴിയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കാലഘട്ടം. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ആചരിക്കുന്ന ഈ തിരുനാൾ ദിവസം നമ്മളോട് പറയുന്നത് മറ്റൊന്നല്ല, ആത്മീയമായ ബലവത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു 2 തരം വ്യക്തികളെ സംബന്ധിച്ച്. യോഹന്നാൻ ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും വരുന്ന സമയത്ത് അദ്ദേഹത്തെ പിശാച് ബാധിതെന്ന് കുറ്റപ്പെടുത്തുന്നു. ഈശോ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവനായി സാധാരണ മനുഷ്യനായി ജനങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പോഴേക്കും അതും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം. നമുക്കിങ്ങനെ ഒരു സാഹചര്യത്തെ നമ്മളുടെ ജീവിതത്തിൽ കാണാനുണ്ട്. അതായത് ഏതൊരു കാര്യത്തെയും ഒരു തെറ്റായ രീതിയിൽ, അല്ലെങ്കിൽ നെഗറ്റീവായ ഒരു മനസ്സോടുകൂടി കാണുന്ന ഒരു ശൈലി നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് അവയെ മാറ്റിക്കളയുവാനായിട്ടും കൂടി നമ്മളോട് തിരുവചനം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ നമ്മളുടെ ആത്മീയ ജീവിതത്തിലെ ഈ ബലപ്പെടുത്തലെല്ലാം എപ്പോഴും ദൈവത്തിൻ്റെ വഴികളെ തിരിച്ചറിയാനായിട്ടും ദൈവം കാണിച്ചു തരുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കി അതിൽ നിന്ന് ദൈവ സാന്നിധ്യത്തെ മനസ്സിലാക്കി മുമ്പിലേക്ക് പോകുവാനും ദൈവവചനത്തോടുള്ള നമ്മുടെ ആത്മാർത്ഥമായ ആ ശ്രവണവും അതിൻ്റെ പ്രവർത്തനവുമാണ് നമ്മളെ തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ദിവസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസങ്ങളുടെ അനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദാനങ്ങൾ, ദൈവത്തിൻ്റെ പരിപാലന വളർന്നു വരുവാൻ നമുക്കിടയായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആത്മീയമായ ബലമാണ് നമ്മളുടെ ജീവിതത്തിന് യഥാർത്ഥ ബലമെന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.